മിത്സുബിഷി തിരിച്ചു വരാന്നല്ലോ പറഞ്ഞിരുന്നു നമ്മുടെ പജേറോ ലാൻസർ. ഓക്കെ, അവർ ഇന്ത്യ വിട്ട് കുറെ കാലമായി. ഇപ്പൊ അറൗണ്ട് 8 വർഷമായി. അന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആയിരുന്നു ഇവിടെ ഇന്ത്യൻ പാർട്ണർ. പക്ഷേ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 2014 ക്ലോസ് ആയിരുന്നു. ആ സമയത്ത് വേറൊരു ന്യൂസും കൂടി വായിച്ചായിട്ട് ഓർമ്മയുണ്ട്. ജപ്പാനിൽ ഒരു കൺസ്യൂമർ കോർട്ടിൽ വലിയൊരു എമൗണ്ട് പിഴ അടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ TVS മൊബിലിറ്റി ആണ് ഇവരുടെ പാർട്ണറായിട്ട് വന്നത്. ഇപ്പൊ അറൗണ്ട് അവരുടെ 30% ഷെയർ ഇവർ വാങ്ങുന്നതാണ് അറിയാം. ശരിക്കും ഈ മിത്സുബിഷി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ലാൻസറും പജേറോ രണ്ട് ഐക്കോണിക് മോഡൽസാണ്. കിങ് ഓഫ് ഡെസേർട്ട് എന്നുള്ളൊരു പേരും കൂടെ പജേറോ ഉണ്ട്. കേട്ടോ, പാരീസ് മുതൽ ഡക്കാർ വരെ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ആയിട്ടുള്ള റാലി, ഡക്കാർ റാലി എന്നാണ് പറയുക. ഭയങ്കര ടഫാണ് കംപ്ലീറ്റ് ചെയ്യാൻ. 8000 കിലോമീറ്റർ ലോങ് ആണ്. സഹാറ ഡെസേർട്ട് ഒക്കെ ക്രോസ് ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ പല റേസേഴ്സും ഇത് ഹാഫ് വരെയൊക്കെ പോയിട്ട് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന പല ആക്സിഡൻസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. 80s ഹാഫിലാണ് മിത്സുബിഷി പജേറോ എന്ന് പറയുന്ന മോഡലായിട്ട് ഈ ഒരു റാലി എൻ്റർ ചെയ്യുന്നത്. ആ സമയത്ത് ടൊയോട്ട നിസാനൊക്കെ അവരുടെ ബെസ്റ്റ് ടൈമാണ്. കുറേ മോഡൽസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് മിത്സുബിഷി വരുന്നത്. മിത്സുബിഷി പജേറോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം ഇയർ തന്നെ അവർ ഈ ഡക്കാർ റാലി വിൻ ചെയ്യാം. അങ്ങനെയാണ് ആളുകൾ മിത്സുബിഷി എന്ന ബ്രാൻഡിനെയും പജേറോ എന്ന മോഡലിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. അവിടെ നിങ്ങോട്ട് 12 പ്രാവശ്യമാണ് മിത്സുബിഷി പജേറോ എന്ന മോഡൽ വെച്ചിട്ട് ഡക്കാർ റാലി വിൻ ചെയ്യുന്നത്. അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് പജേറോ ഒരു ഫാൻ ഫോളോയിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു റീ എൻട്രിയിലുള്ള പജേറോ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയായിരിക്കും. അതെ, പജേറോന്റെ ഒരു അപ്ഡേറ്റ് വെർഷൻ അതുപോലെ തന്നെ ജപ്പാനിലുള്ള എക്സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു മോഡൽ വരുന്നതാണ് ഇപ്പോൾ.